എന്താണ് പൊളിറ്റിക്കൽ കൾച്ചർ? രാഷ്ട്രീയ സംസ്കാരം എന്നതെന്താണ്? 1960കളിലാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ആശയം മോഡേൺ പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിശകലന രീതിയിലേക്ക് കടന്നു വരുന്നത്. ഗബ്രിയൽ ആൽമണ്ട്, ഉലാമു, ബിയർ തുടങ്ങിയ അമേരിക്കൻ രാഷ്ട്രീയ ചിന്തകരാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന ആശയം പൊളിറ്റിക്കൽ സയൻസിൻ്റെ വിശകലന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെ വിശകലനം ചെയ്യാൻ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലെന്നും അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെയും മനസ്സിലാക്കണമെന്നും ഇവർ പറയുണ്ടായി. ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെ മനസ്സിലാക്കണമെങ്കിൽ, വിശകലനം ചെയ്യണമെങ്കിൽ, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയെ നമുക്ക് വിശകലനം ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വിശദീകരിച്ചാൽ പോരാ. അവിടെയുള്ള പാർലമെൻറ്റ്, അവിടെയുള്ള പ്രസിഡൻറ്റ്, അവിടെയുള്ള മറ്റു ഭരണ സംവിധാനങ്ങൾ, ജുഡീഷ്യറി തുടങ്ങിയ ഘടകങ്ങളെ, അവിടെയുള്ള പാർട്ടികളെ, അങ്ങനെയുള്ള ഒഫീഷ്യലായിട്ടുള്ള ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം വിശകലനം ചെയ്തതുകൊണ്ട് കാര്യമില്ലെന്നും അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ കൂടി മനസ്സിലാക്കണമെന്നും ഈ ആധുനിക ചിന്തകർ, ഈ പൊളിറ്റിക്കൽ സയൻസിൽ ഗബ്രിയൽ ആൽമണ്ടും ഒക്കെ പറയുകയുണ്ടായി. അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെക്കുറിച്ച് വിശകലനം ചെയ്യാൻ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സാധ്യമല്ലെന്നും അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ കൂടി, അവിടെയുള്ള കൾച്ചറിനെ കൂടി മനസ്സിലാക്കണമെന്നും ഇവർ പറയുകയുണ്ടായി. അപ്പോൾ രാഷ്ട്രീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതും അവർ വിശദീകരിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്, അവർ ഡെഫിനിഷനിലൂടെ ആൽമണ്ടും പവലും പറയുന്നത്, രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് രാഷ്ട്രീയ വ്യവസ്ഥതയിലെ അംഗങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള വ്യക്തിഗത മനോഭാവത്തിൻ്റെയും ദിശാബോധത്തിൻ്റെയും ആകെ തുകയാണ് ഈ രാഷ്ട്രീയ സംസ്കാരം. രാഷ്ട്രീയ സംസ്കാരം എന്നത് രാഷ്ട്രീയ വ്യവസ്ഥയിലെ അംഗങ്ങൾക്ക് രാഷ്ട്രീയത്തോടുള്ള വ്യക്തിഗത മനോഭാവത്തിൻ്റെയും ദിശാബോധത്തിൻ്റെയും ആകെ തുകയാണ്. അങ്ങനെയാണ് ആൽമണ്ടും പവലും പറയുന്നത്. അതേസമയത്ത് ബോൾ പറയുന്നത് രാഷ്ട്രീയ സംസ്കാരം എന്നത് സമൂഹത്തിൻ്റെ മനോഭാവങ്ങളും വിശ്വാസങ്ങളും വികാരങ്ങളും മൂല്യങ്ങളും ചേർന്നതാണ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നതാണ്. ഈ നിർവചനങ്ങളിൽ നമുക്ക് മനസ്സിലായത്, നമ്മൾ വിശദീകരിക്കുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മനസ്സിലാവുന്നത്, രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്? ഒരു വിഭാഗം ജനങ്ങളുടെ നിലവിലുള്ള മനോഭാവങ്ങൾ, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, കഴിവുകൾ, പാറ്റേണുകൾ ഇവ ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ ഒരു ആകെ തുകയായ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയെ വിശകലനം ചെയ്യുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ വ്യവസ്ഥിതിയെ വിശകലനം ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ഈ ആൽമണ്ടും പവലും ഒക്കെ പറയുന്നത്. അതല്ലാതെ അവിടെയുള്ള ഘടനയെ മാത്രം വിശദീകരിച്ചതുകൊണ്ട് കാര്യമില്ല. അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ കൂടി നമുക്ക് പഠനവിധേയമാക്കുമ്പോൾ മാത്രമേ ഒരു രാഷ്ട്രീയ സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആൽമണ്ടും പവലും ഒക്കെ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഫാക്ടേഴ്സ് വിച്ച് മോൾഡ് പൊളിറ്റിക്കൽ കൾച്ചർ. രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പല ഘടകങ്ങളും ഉണ്ട്. ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന് അവിടെയുള്ള ചരിത്രാനുഭവങ്ങളാണ്. വിപ്ലവങ്ങൾ, യുദ്ധങ്ങൾ, പരിഷ്കാരങ്ങൾ തുടങ്ങിയ ഒരു രാജ്യത്തിൻ്റെ കൂട്ടായ ചരിത്രം അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകളെയും വിശ്വാസങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകമാണ്. അങ്ങനെ ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിയിലെ അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നു ചരിത്രം. ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രം, ഇന്ത്യയിലുണ്ടായ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ചരിത്രവും പാരമ്പര്യമൊക്കെ ഇന്ത്യയെ പോലുള്ള രാഷ്ട്രീയ വ്യവസ്ഥയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇന്ത്യൻ രാഷ്ട്രീയ സംസ്കാരത്തെ സ്വാധീനിക്കുന്നതിൽ ഇന്ത്യയുടെ ചരിത്ര ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് സാമൂഹ്യ ഘടനയാണ്. സാമൂഹ്യ ഘടനയും ഒരു രാജ്യത്തെ, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. വംശം, ജാതി, വർഗ്ഗം തുടങ്ങിയ സാമൂഹ്യ ഘടകങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്നു. ഇത് അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയുടെ സംസ്കാരത്തെ, രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ അവിടെയുള്ള സാമൂഹ്യ ഘടന വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നു. മറ്റൊന്ന് സാമ്പത്തിക വ്യവസ്ഥകളാണ്. ഏതൊരു രാഷ്ട്രീയ സംസ്കാരത്തെയും രൂപപ്പെടുത്തുന്നതിൽ ആ രാഷ്ട്രീയ വ്യവസ്ഥയിലെ സാമ്പത്തിക ഘടകങ്ങൾ വളരെ നിർണായകമായി പങ്കുവഹിക്കുന്നുണ്ട്. വ്യവസായവൽക്കരണത്തിൻ്റെയും സാമ്പത്തിക വികസനത്തിൻ്റെയും നിലവാരം സാമൂഹ്യ ബന്ധങ്ങളെയും രാഷ്ട്രീയ സാധ്യതകളെയും നിർണ്ണയിക്കുന്നു. ഇത് അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കും. അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയെ, രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നത് അവിടെയുള്ള സാമ്പത്തിക വ്യവസ്ഥയാണ്. ലിബറൽ ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക നയം അമേരിക്കൻ രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നു. സ്വാഭാവികമായിട്ട് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് സാംസ്കാരിക മൂല്യങ്ങൾ. സാംസ്കാരിക മൂല്യങ്ങൾ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലെ അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന നിർണായകമായ ഘടകമാണ്. സമൂഹത്തിലെ പങ്കിട്ട വിശ്വാസങ്ങൾ, പാരമ്പര്യങ്ങൾ, വൈകാരിക മനോഭാവങ്ങൾ എന്നിവ അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങൾക്ക് അടിത്തറ നൽകുന്ന ഘടകങ്ങളാണ്. അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഘടകമാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസമാണ്. ഒരു തലമുറയുടെ വിദ്യാഭ്യാസ മുന്നേറ്റം അവിടെയുള്ള ജനങ്ങളുടെ രാഷ്ട്രീയ സംസ്കാരം നിർമ്മിക്കുന്ന ഘടകങ്ങളാണ്. ഒരു സമൂഹത്തിലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തും. മറ്റൊന്ന് രാഷ്ട്രീയ സ്ഥാപനങ്ങളാണ്. ഗവൺമെൻറ്, രാഷ്ട്രീയ പാർട്ടികൾ, സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നിവയുടെ പ്രവർത്തനം ഭരണകൂടത്തോടും അധികാരത്തോടും ഉള്ള ജനങ്ങളുടെ മനോഭാവം വികസിപ്പിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതും അവിടെയുള്ള രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുത്തുന്ന നിർണായകമായ ഘടകമാണ്. മറ്റൊന്ന് ആഗോള സ്വാധീനമാണ്. അന്തർദേശീയ ആശയങ്ങളോടും ചിന്തകളോടുമുള്ള എക്സ്പോഷർ ജനങ്ങളുടെ രാഷ്ട്രീയ ആദർശങ്ങളെയും മാനദണ്ഡങ്ങളെയും രൂപപ്പെടുത്തുന്ന ഘടകമാണ്. രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന ഘടകമാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ, രാഷ്ട്രീയ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഇനി നോക്കാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് പൊളിറ്റിക്കൽ കൾച്ചർ. പൊളിറ്റിക്കൽ സിസ്റ്റവും പൊളിറ്റിക്കൽ കൾച്ചറും തമ്മിലുള്ള ബന്ധമാണ് നോക്കുന്നത്. രാഷ്ട്രീയ സംവിധാനവും രാഷ്ട്രീയ സംസ്കാരവും തമ്മിലുള്ള ബന്ധം ആയത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വ്യക്തികളുടെയും ഗ്രൂപ്പുകളുടെയും വിശ്വാസങ്ങളും മൂല്യങ്ങളും ചിഹ്നങ്ങളും മനോഭാവങ്ങൾ എന്നിവയെ ഉൾക്കൊള്ളുന്നതാണ് രാഷ്ട്രീയ സംസ്കാരം. അപ്പോൾ രാഷ്ട്രീയ വ്യവസ്ഥയുടെ പ്രവർത്തനത്തെയും സ്വഭാവത്തെയും രൂപപ്പെടുത്തുന്നതിൽ ഈ രാഷ്ട്രീയ സംസ്കാരം നിർണായകമായി പങ്കുവഹിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ജനാധിപത്യ സംവിധാനം പങ്കാളിത്തത്തിൻ്റെയും വ്യക്തിഗത അവകാശങ്ങളുടെയും സംസ്കാരം വളർത്തുന്നു. ജനങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെയും വ്യക്തികളുടെ, പൗരന്മാരുടെ അവകാശങ്ങളുടെയും സംസ്കാരമാണ് സ്വാഭാവികമായിട്ടും വളർത്തുന്നത് ജനാധിപത്യ രാജ്യത്ത്. അങ്ങനെയാണ്. അതേസമയത്ത് ഒരു സ്വേച്ഛാധിപത്യ ഭരണകൂടം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ ഒരു സ്വേച്ഛാധിപത്യ
ജനാധിപത്യത്തിൻ്റെ സംസ്കാരമാണ് വളർത്തിയെടുക്കുക അവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മൗലികാവകാശത്തെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും നിരന്തരമായിട്ട് സംസാരിക്കുന്നു. അതേസമയം അത് കാരണം എന്താണ്, നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയാണ്, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയാണ്. അതേസമയത്ത് ഒരു മറ്റൊരു ഇപ്പോൾ ഏതെങ്കിലും രാജഭരണം നടക്കുന്ന ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണെങ്കിൽ, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ആ രാജാവിൻ്റെ കീഴിലിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ കൾച്ചറാണ് ഉണ്ടാവുക. അപ്പോൾ ഏതൊരു പൊളിറ്റിക്കൽ സിസ്റ്റവും അവിടെയുള്ള പൊളിറ്റിക്കൽ കൾച്ചറുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക. പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പൊളിറ്റിക്കൽ കൾച്ചർ. ആൽമണ്ടും വെർബയും ദ സിവിക് കൾച്ചർ എന്ന പുസ്തകത്തിൽ പറയുന്നത് ലോകത്ത് 3 തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരങ്ങളാണ് പൊതുവെ കാണുന്നത് എന്നാണ്. ഒന്ന് പെരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ, മറ്റൊന്ന് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ, മറ്റൊന്ന് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇങ്ങനെയാണ് 3 തരത്തിലാണ് പ്രധാനമായിട്ടുള്ളതെന്നാണ് ആൽമണ്ടും വെർബയും പറയുന്നത്. പെരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തികൾക്ക് യാതൊരു ധാരണയും ഇല്ലാത്ത രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന രാജ്യങ്ങളെയാണ് പെരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ ഗോത്ര സമൂഹങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന പൊളിറ്റിക്കൽ കൾച്ചർ നിലനിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ എന്ന് പറയുന്നത് രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് വ്യക്തികൾക്ക് യാതൊരു ധാരണയില്ല. എന്താണ് രാഷ്ട്രീയമെന്നോ, എന്താണ് വോട്ടെടുപ്പെന്നോ, എന്താണ് പാർട്ടിയെന്നോ, എന്താണ് ഭരണകൂടമെന്നോ ഒന്നും അറിയില്ല. അവരിങ്ങനെ ജീവിച്ചു പോകുന്നു. അങ്ങനെയുള്ള രാഷ്ട്രീയ സംസ്കാരം നിലനിൽക്കുന്ന രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ച് പെരോക്കിയൽ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയും. അതേസമയത്ത് മറ്റൊരു രാഷ്ട്രീയ സംസ്കാരം എന്ന് പറയുന്നത് സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇവിടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സർക്കാർ സംവിധാനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ബോധമുണ്ടോ? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നികുതി പിരിവ് തുടങ്ങിയ കാര്യങ്ങൾ, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും അവിടെയുള്ള പൗരന്മാർക്ക് അതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. അവർ നിഷ്ക്രിയമായിരിക്കും. ഇപ്പോൾ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഏഷ്യയിലേക്ക് പുതുതായി സ്വതന്ത്ര രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള ജനങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും രാഷ്ട്രീയത്തോടൊന്നും തീരെ താല്പര്യമില്ല ജനങ്ങൾക്ക്. കാരണം ഇതൊന്നും ചിന്തിക്കാതെ അവർ പട്ടിണിയിലും പരിവർത്തനത്തിലേക്ക് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് അറിയാം ഇവിടെ ഭരിക്കുന്ന ആളുകളാണ്, വോട്ടെടുപ്പൊക്കെ വരുന്നതൊക്കെ അറിയാം. പക്ഷേ അതിനോടൊന്നും ഒരിക്കലും താല്പര്യമില്ല. കാരണം അവർ ജീവിത പ്രശ്നങ്ങൾ തന്നെ കഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ സബ്ജക്റ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്നാണ് പറയേണ്ടത് എന്നാണ് ആൽമണ്ടും വെർബയും പറയുന്നത്. മറ്റൊന്ന് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചറാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ സംസ്കാരത്തിൽ ആളുകൾ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പങ്കെടുക്കാനും അതിൻ്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കാനും വളരെ താല്പര്യമുള്ളവരായിരിക്കും. അവർ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ബ്രിട്ടൻ, അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ ഈ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ. ഇപ്പോൾ കേരളത്തിലേക്ക് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അങ്ങനെയാണ് ജനങ്ങൾക്ക് വളരെ താല്പര്യം രാഷ്ട്രീയത്തിൽ. അതിൽ അത്തരം രാഷ്ട്രീയ വ്യവസ്ഥ നിലനിൽക്കുന്ന സ്ഥലങ്ങളെയാണ് പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. പിന്നെ സിവിക് കൾച്ചർ എന്ന് പറയുന്നത് രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് നാഗരിക സംസ്കാരം. സിവിക് കൾച്ചർ എന്നാണ് ഈ പാർട്ടിസിപ്പൻ്റ് പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് സിവിക് കൾച്ചർ എന്നാണ് ആൽമണ്ടും വെർബയും പറയുന്നത്. രാഷ്ട്രീയ സംസ്കാരങ്ങളുടെയും എല്ലാ സവിശേഷതകളും ഇവിടെ സമന്വയിപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെ രാഷ്ട്രീയ വ്യവസ്ഥയെ സംബന്ധിച്ച് വൈജ്ഞാനികവും മൂല്യനിർണ്ണയവുമായി വളരെ ഉയർന്നൊരു സ്ഥലമാണ്. അമേരിക്കയിൽ, അതേപോലെ ബ്രിട്ടനിൽ, ജർമ്മനി, ഇറ്റലിയിൽ, മെക്സിക്കോയിൽ, ഈവൻ കേരളത്തിൽ വരെ നമുക്ക് ഇങ്ങനെ വളരെ ഉയർന്ന രാഷ്ട്രീയ വിഭാഗം നിലനിൽക്കുന്ന, രാഷ്ട്രീയ പ്രവർത്തനം നിലനിൽക്കുന്ന, ജനങ്ങൾക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ താല്പര്യമുള്ള സ്ഥലമായിട്ട് നമുക്ക് പറയാം. അതിനെക്കുറിച്ച് നമുക്ക് സിവിക് കൾച്ചർ എന്നാണ്, പൊളിറ്റിക്കൽ കൾച്ചറിനെ കുറിച്ച് സിവിക് കൾച്ചർ എന്നാണ് പറയുന്നത്. ഇത്തരം ഉയർന്ന രാഷ്ട്രീയ നിലനിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ച്, അത്തരം രാഷ്ട്രീയ സംസ്കാരങ്ങളെക്കുറിച്ച് സിവിക് കൾച്ചർ എന്നാണ് പറയുന്നത്.